ഗായത്രി ഇതാര്? ബാലൻകുട്ടിയാ? തന്നെ ഇവിടെ കാണാറില്ലല്ലോ. താനിത് എവിടെയാ? ഞാന് സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒപ്പം കഥകളി ഒന്ന് വശത്താക്കാൻ നമ്മുടെ കലാമണ്ഡലം രാഘവ മാഷ്ടർ കൂടെ കൂടിയിരിക്കുക. അത് ശരി. ഈ മീശന്താടി വെച്ചാണോ കഥകളി അഭ്യസിക്കുന്നത്? പഴം വേണ്ട. അല്ല, അതിരിക്കട്ടെ. ഇനിയിപ്പോ എന്നാ തിരിച്ചു പോവാ? ഇനിയിപ്പോ ഒരു മാസത്തെ ലീവ് കഷ്ടിയുണ്ട്. അത് കഴിഞ്ഞൊരു ഒറ്റ പോക്കാ അങ്ങട്. പഴം തീരാറായി. ഞാൻ 2-3 പാക്കറ്റ് കപ്പലിന്റെ പൊതി വാങ്ങിച്ചിട്ട് വരാം. നീയേ പഴവും കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് സൗകര്യത്തിന് വന്നാ മതി കേട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ല. പൈസ എടുക്ക്, പൈസ. ഇന്നത്തെ ദിവസം 10ാമത്തെ പ്രാവശ്യം നീ 500 നോട്ടോട്ട് വരുന്നത്. ഇനി മേലിൽ ഈ 500 നോട്ട് കണ്ടുപോലും. എന്റെ ജന്മത്തിൽ 500 രൂപ മാറ്റൂല. അതെ, നിങ്ങൾ സഹോദരന്മാര് തമ്മിലുള്ള വിശേഷം പറിച്ചില്ലേ എന്റെ മുന്നിൽ വെച്ച് വേണ്ട. എനിക്ക് ആ കാക്കക്കണ്ണിന്റെ കണ്ണെടുത്ത കണ്ടൂടാ. ഇന്ന കപ്പലണ്ടി. ഇന്ന ഗായത്രി, ഇന്ന പിടിക്ക്. എന്തേ ഗായത്രി? വേണ്ട തമ്പുരാൻ. തമ്പുരാനെ, എന്റെ പൊന്ന് തമ്പുരാനെ, താനിത് എവിടെ പോയി കിടക്ക? അത് ശരി, ഇയാൾക്ക് അകമ്പടി സേവിക്കാണല്ലേ. കൊള്ളാം. അരിമ്പാറകള് വന്ന് ശാവങ്ങള്. നീ ഇവനെ കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ട് കിടക്കാണോ? ബാലൻകുട്ടി, മോനൊന്നും അവളെ വീട് വരെ കൊണ്ടാക്കി. അവന്റെ ചിരി കണ്ട ഒരുമാതിരി പൂരപ്പറമ്പില് പൊട്ടന്മാരാ വിട്ട് കണ്ട പോലെ. തമ്പുരാൻ ഇരിക്കുക. തമ്പുരാനെ വിട്ടോ. ഗായത്രി, പതുക്കെ പോ. ഗായത്രി, തന്നെ ഇവിടം വരെ കൊണ്ടുവിടാൻ തമ്പുരാൻ കൽപ്പിച്ചു. അടിയനങ്ങ് പാലിച്ചു. പിന്നെ ഞാൻ മേടിച്ചെന്ന കപ്പലിന് ഗായത്രിക്ക് വേണ്ടെങ്കിൽ ഇവിടുത്തെ കോഴികൾ തിന്നട്ടെ. നാളെ വിറ്റുകൾ മുട്ടയിടുമ്പോ ഗായത്രിക്ക് പുഴുങ്ങി തിന്നാലോ. അതെ, നല്ല മഴ വരണുണ്ട്. ഞാനങ്ങോട്ട് പോട്ടേട്ടാ. അച്യുതം കേശവം രാമനാരായണം. അതെ, ഈ ഭദ്രം വെറുതെ പറയുകയല്ല, ഭൂമിയുടെ നിലവാരം നോക്കി വില പറയണം. ഇപ്പോ ശവപ്പറമ്പിന് പോലും ലക്ഷങ്ങള്. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ട ഭൂമി അത്ര മോശമൊന്നുമല്ല. ഇതാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം. മണ്ണ് പണത്ത് നോക്കി വില പറയാൻ പെരുന്തച്ഛന് തായ് വഴി പിറന്നവരാരും ആലത്തൂരിലില്ല. പിന്നെ നാട്ടുകടപ്പ് അനുസരിച്ചുള്ള വില അതെന്തായാലും കൊടുത്തേക്കാം. ഇത് നമ്മുടെ കല്യാണിയല്ലേ? ശിവ ശിവ, എന്താ ഒരു മാറ്റം! തീരെ ചുക്ക് ചുളിഞ്ഞല്ലോ കല്യാണിയെ. എന്റെ ആലത്തൂര് കാർന്നോരെ, പല്ല് കൊഴിഞ്ഞ് സ്വർണം കെട്ടിയാലും എടുത്തു പൊക്കാൻ ആശാരിയുടെ വടി തന്നെ വേണം. ഭദ്ര, അതവള് നമുക്കിട്ടൊരു പഴയ താങ്ങിതാ. ആലത്തൂരിലെ അടുക്കളക്കാരിയല്ലായിരുന്നു അവള്. ഇരിക്ക. ആലത്തൂരിന്ന് എല്ലാവരും ഇനി വരുമെന്ന് കരുതിയില്ല. അങ്ങനെ വെച്ചാ സദ്യവട്ടങ്ങളൊക്കെ ആവായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാവും ഭാഗത്തെ സ്ഥലവും കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അപ്പോ വിവാഹകാര്യവും സംസാരിക്കാലോ. അതേതായാലും നന്നായി. ഭദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം മുറ പോലെ നടക്കട്ടെ. ഞങ്ങളെല്ലാരും വന്ന് പെൺകുട്ടീനെ ഒന്ന് കാണാം. പെൺകുട്ടിയെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഭദ്രാമ ചെറുപ്പത്തി എങ്ങനെയിരുന്നോ അതേ ചന്തിയും ചന്തോ ഉള്ള പെണ്ണ ഉണ്ണിമായ. മോഹിപ്പിക്കണ ഒരു വശ്യത ഉണ്ടാവണം പെണ്ണുങ്ങേ, അല്ലേ ഭദ്ര?
ആലത്തൂരെ ആണുങ്ങള് പെണ്ണുങ്ങളെ മോഹിക്കാറുണ്ടെന്ന് ഞാൻ നന്നേ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ആലത്തൂരെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണോ? ഞാൻ ശ്രീകുട്ടനെ വിളിക്കാം. ആ, അവൻ ഉറങ്ങാണ്. ആ കല്യാണി. വേണ്ട സുഭദ്രേ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് സമ. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. കാണേണ്ട കാര്യമൊന്നുമില്ല, ചെറുക്കം മിടുക്കനാ. അത് ശരിയാ. എന്റെ ചേച്ചി, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തുകൊണ്ടും ഇതൊരു നല്ല ബന്ധം തന്നെയാ. എന്താ സ്വത്തുവകകള്. പെണ്ണിനെ കാണാനും തരക്കേടില്ല. ഇനി കഷ്ടിച്ച് ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പൊ കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന കാവുംഭാഗത്തെ 2.5 ഏക്കർ പറമ്പും ഈ പെണ്ണിന്റെ പേർക്കാ വാങ്ങുന്നത്. ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ. ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചന. വകതിരിവ്? ആ രൂപം കാണുമ്പോഴേ എനിക്ക് കലി കയറും. ഇനി എങ്ങാനും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുറ്റിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം. ഈ അമ്മാവന്റെ ഒരു കാര്യം. ഗായത്രിക്കുട്ടി, നിനക്ക് നാളെ 20,000 രൂപ ഫീസ് അടക്കണ്ടേ? അത് സംഘടിപ്പിക്കാൻ പോയതല്ലേ? എന്ത് പറ്റിയോ ആവോ? ശോ. മോളെ, അമ്മാവന് ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. വണ്ടി നിർത്ത്. ഇങ്ങോട്ട് വാടി എന്റെ മോളെ. മോളെ ഗായത്രി, മോളെ ഗായത്രി, ഗായത്രി.